ഒരു സിനിമ വെടിയൊച്ചയോടെ ആരംഭിക്കുന്നില്ല, കൊലപാതകത്തോടെയും ആരംഭിക്കുന്നില്ല. രണ്ട് കൊലയാളികൾ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നുകൊണ്ട് ബർഗറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷെ പ്രേക്ഷകൻ എഡ്ജ് ഓഫ് ദ സീറ്റിലാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് അവനറിയാം. അതാണ് ക്വെന്റിൻ ടൊറാന്റിനോ എന്ന സംവിധായകന്റെ മാജിക്. പൾപ്പ് ഫിക്ഷൻ സിനിമയിലെ ആ റോയൽ വിത്ത് ചീസ് സംഭാഷണം സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ് രംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഹോളിവുഡിൽ അനേകം സംവിധായകർ വന്നിട്ടുണ്ട്, അനേകം ബ്ലോക്ക് ബസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിനിമ എങ്ങനെ എടുക്കണം എന്ന ചോദ്യത്തിന് പകരം സിനിമ എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്ന് ലോകത്തോട് പറഞ്ഞത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് ക്വെന്റിൻ ടൊറാന്റിനോ. അദ്ദേഹം ഫിലിം സ്കൂളിൽ പഠിച്ചിട്ടില്ല, സമ്പന്ന കുടുംബത്തിലെ അംഗമല്ല, മാതാപിതാക്കൾ വലിയ നിർമ്മാതാക്കളുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്: സിനിമയോടുള്ള ഭ്രാന്തമായ പ്രണയം. ആ പ്രണയം പിന്നീട് ലോക സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. 1963 അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ടൊറാന്റിനോയ്ക്ക് സ്കൂളിനേക്കാൾ ഇഷ്ടം സിനിമയായിരുന്നു, പുസ്തകങ്ങളെക്കാൾ ഇഷ്ടം സിനിമയായിരുന്നു, പാഠപുസ്തകങ്ങളെക്കാൾ ഇഷ്ടം സിനിമാ പോസ്റ്ററുകളായിരുന്നു. മറ്റു കുട്ടികൾ ഹീറോകളെ ആരാധിച്ചപ്പോൾ ടൊറാന്റിനോ സംവിധായകരെ ആരാധിച്ചു. ഒരു ദിവസം അദ്ദേഹം ഒരു വീഡിയോ കാസറ്റ് കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു സാധാരണ ജോലി. പക്ഷേ അദ്ദേഹത്തിന് അതൊരു സാധാരണ ജോലിയല്ലായിരുന്നു, അതൊരു സർവകലാശാലയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം 100 കണക്കിന് സിനിമകൾ കാണാൻ തുടങ്ങി. അമേരിക്കൻ സിനിമകൾ, ജാപ്പനീസ് സിനിമകൾ, ഇറ്റാലിയൻ വെസ്റ്റേണുകൾ, ഹോങ്കോങ് ആക്ഷൻ ചിത്രങ്ങൾ, കുറ്റവാളികൾ, സാമ്രായിമാർ, ഗൺ ഫൈറ്റർമാർ, പ്രതികാര കഥകൾ എല്ലാം അദ്ദേഹം മനസ്സിൽ ശേഖരിച്ചു. അദ്ദേഹത്തിന് ഒരു ഡിഗ്രിയും വേണ്ടായിരുന്നു, പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വിദ്യാഭ്യാസം ലഭിച്ചു. പിന്നെ വന്നു ആ പൊട്ടിത്തെറി. ഒരു ദിവസം ഒരു ചെറിയ സിനിമ പുറത്തിറങ്ങി. ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല, ചെറിയ ബഡ്ജറ്റ്, വലിയ താരങ്ങളില്ല. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോൾ ഹോളിവുഡ് ഞെട്ടി. ആ സിനിമയുടെ പേര് റിസർവോയർ ഡോഗ്സ്. സിനിമയുടെ കഥയേക്കാൾ ആളുകൾ സംസാരിച്ചത് സിനിമ പറയുന്ന രീതിയെക്കുറിച്ചായിരുന്നു. അക്രമം പോലും ഒരു കലാരൂപമാകുമോ? സംഭാഷണങ്ങൾ പോലും ഒരു ത്രില്ലർ ആകുമോ? ഒരു കവർച്ച സിനിമയിൽ കവർച്ച തന്നെ കാണിക്കാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്താനാകുമോ? ടൊറാന്റിനോ തെളിയിച്ചു, അതെ കഴിയും. പിന്നെ സംഭവിച്ചത് ചരിത്രം. 1994 ഒരു സിനിമ പുറത്തിറങ്ങി, പൾപ്പ് ഫിക്ഷൻ. ആ സിനിമയ്ക്ക് മുമ്പും ഹോളിവുഡ് ഉണ്ടായിരുന്നു, സിനിമയ്ക്ക് ശേഷവും ഹോളിവുഡ് ഉണ്ട്. പക്ഷേ സാധാരണ സിനിമ പോലെ അല്ലായിരുന്നു അത്. അതിന്റെ തുടക്കം അവസാനമായിരുന്നു, അവസാനം തുടക്കമായിരുന്നു. ആ രീതിയിൽ പോകുന്ന ഒരു സിനിമ. മരിച്ച കഥാപാത്രങ്ങൾ വീണ്ടും ജീവനോടെ വന്നു. സാധാരണ സംഭാഷണങ്ങൾ ഇതിഹാസങ്ങളായി മാറി. ലോകം മുഴുവൻ ഒരു പുതിയ സംവിധായകനെ കണ്ടെത്തി. ആ ദിവസം മുതൽ ടൊറാന്റിനോ ഒരു സംവിധായകൻ മാത്രമല്ല, ഒരു ബ്രാൻഡായി, ഒരു ശൈലിയായി, ഒരു സിനിമാ സ്കൂളായി മാറി. എന്തുകൊണ്ടാണ് ടൊറാന്റിനോ മറ്റു സംവിധായകരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? അദ്ദേഹം നിയമങ്ങൾ പാലിക്കുന്നില്ല, അദ്ദേഹം നിയമങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റു സംവിധായകർ കഥ പറയുന്നു, അദ്ദേഹം കഥയുമായി കളിക്കുന്നു. മറ്റുള്ളവർ അക്രമം കാണിക്കുന്നു, ടൊറാന്റിനോ അക്രമത്തിന് മുമ്പുള്ള നിശബ്ദത കാണിക്കുന്നു. മറ്റുള്ളവർ പ്രേക്ഷകരെ ആശ്വസിപ്പിക്കുന്നു, ടൊറാന്റിനോ പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്നു. അവരെ ചിരിപ്പിക്കുന്നു, ഞെട്ടിക്കുന്നു, പിന്നെ വിസ്മയിപ്പിക്കുന്നു. കിൽ ബിൽ മുതൽ ജാങ്കോ വരെ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് മുതൽ എത്രയോ സിനിമകൾ. ടൊറാന്റിനോയുടെ ഓരോ സിനിമകളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെ പോലെ സിനിമകൾ എടുക്കില്ല. അദ്ദേഹത്തിനെതിരെ ധാരാളം വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ചിലർ പറഞ്ഞു വളരെ വിവാദപരമായ സിനിമകൾ, ചിലർ പറഞ്ഞു അമിതമായ അക്രമം, മറ്റു ചിലർ പറഞ്ഞു ഇത് പ്രതിഭയാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ടൊറാന്റിനോയെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ അവഗണിക്കാൻ കഴിയില്ല. വീഡിയോ കാസറ്റ് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം സിനിമ കാണുന്നത് നിർത്തിയില്ല, സിനിമയെ സ്നേഹിക്കുന്നതും നിർത്തിയില്ല, സ്വപ്നം കാണുന്നതും നിർത്തിയില്ല. ഒടുവിൽ അദ്ദേഹം സിനിമ നിർമ്മിച്ചില്ല, സിനിമയുടെ ഭാഷ തന്നെ മാറ്റിമറിച്ചു. കാരണം ചില സംവിധായകർ വിജയിച്ച സിനിമകൾ നിർമ്മിക്കും, പക്ഷെ വളരെ അപൂർവം ചിലർ മാത്രമേ ചരിത്രം നിർമ്മിക്കൂ. ക്വെന്റിൻ ടൊറാന്റിനോ അത്തരമൊരു മനുഷ്യനാണ്. And this is the story of the man who taught Hollywood that there is no rules in cinema.